എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്കൂളൊക്കെ തുറക്കാറായില്ലേ? ഇന്ന ദിവസം നമുക്കൊരു കഥ കേട്ടാലോ? സിംഹത്തിന്റെ. ആരാണ് സിംഹം? കാട്ടിലെ രാജാവ്. അപ്പൊ കാട്ടിലെ രാജാവ് എന്ന് എങ്ങനെയാണ് സിംഹത്തിന്റെ പേര് വന്നതെന്ന് അറിയാമോ? സിംഹം അനാവശ്യമായിട്ട് മൃഗങ്ങളെ ഉപദ്രവിക്കാറില്ല. അതായത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ സിംഹം വെറുതെ ആയിട്ട് മൃഗങ്ങളെ വേട്ടയാടാറില്ല, ഉപദ്രവിക്കാറില്ല, ശല്യപ്പെടുത്താറില്ല. അപ്പം അത്യാവശ്യം നല്ല ഒരു മാന്യനായ ആളായതുകൊണ്ടാണ് കാട്ടിലെ സിംഹത്തെ രാജാവ് എന്ന് വിളിക്കുന്നത്. കാട്ടിലെ രാജാവായ സിംഹത്തിന് ഒരു അബദ്ധം പറ്റി. സിംഹത്തിന് എന്താണെന്നറിയാമോ? ഒരു ദിവസം സിംഹം വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പൊ ഇതാ ഒരു മുയൽകുട്ടൻ, നല്ല വെളുത്ത് തുടുത്ത ഒരു മുയൽകുട്ടൻ. അപ്പൊ സിംഹത്തിന് വിചാരിച്ചു, ഇന്ന് ഇവനെ തന്നെ ശാപ്പിടാം, ഇന്ന് ഇവനെ തന്നെ ഭക്ഷണമാക്കാം. അങ്ങനെ മുയലിനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. മുയലക്കുട്ടനാണെങ്കിൽ തടിയുണ്ടേൽ എന്താ നല്ല ഓട്ടക്കാരനായിരുന്നു. മുയലാണെങ്കിൽ ഓടിച്ചാടി സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ സിംഹം വലിയ വലുപ്പത്തിലുള്ള തടിയൊക്കെയുള്ള നല്ല ഇറച്ചിയുള്ള ഒരു മാനിനെ കണ്ടു. മാനിനെ കണ്ടപ്പോ സിംഹത്തിന് തോന്നി, ഈ മുയലിനെ എന്തിനാണ് ഞാൻ വെറുതെ ഓടിച്ചിട്ട് കഷ്ടപ്പെടുന്നത്, ഞാൻ മാനിനെ തിന്നോളാം. അങ്ങനെ മാനിനെ ഓടിപ്പിക്കാൻ തുടങ്ങി. മാനുണ്ടോ നിൽക്കുന്നു, മാൻ ചാടി ഓടുന്ന കണ്ടിട്ടുണ്ടോ? ചാടി മാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. കുറെ ദൂരം എത്തിയിട്ടും മാനിനെ പിടിക്കാനായിട്ട് സിംഹത്തിന് പറ്റുന്നില്ല. ആദ്യമേ സിംഹം വിശന്നിരിക്കുവാണ്, തളർന്നിരിക്കുവാണ്. പിന്നെ ഇവർ രണ്ടുപേരുടെയും പുറകെ ഓടിയിട്ട് അവസാനം ക്ഷീണവുമായി. അപ്പൊ മാനിന് കിട്ടാതായപ്പോ സിംഹം എന്ത് വിചാരിച്ചു, എന്നാ പിന്നെ ആ മുയൽകുട്ടൻ തന്നെ മതി, അവൻ എവിടെയും തപ്പിപ്പിടിക്കാന്ന്. അവിടെ എങ്ങാനും തപ്പിയാ കാണുമോ മുയൽകുട്ടനെ? മുയൽകുട്ടൻ ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ സിംഹത്തിന് മാനിനെയും കിട്ടിയില്ല, ആ മുയലിനെയും കിട്ടിയില്ല. അന്നത്തെ ദിവസം സിംഹം പട്ടിണിയായി. ഈ കഥ കേട്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇതിൽ ആരെയാ നിങ്ങൾക്ക് ഇഷ്ടമായ? നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? സിംഹത്തിനെയാണോ, മാനിനെയാണോ, മൊയിലിനെയാണോ? നിങ്ങൾ മൊയിലിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? മൊയിൽ എങ്ങനെയാണ് ഇലയൊക്കെ തിന്നുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങളാ മാൻ എങ്ങനെയാ ചാടി പോകുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? പലതരം മാനുകളുണ്ടല്ലേ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ മാനിനും മൊയിലിനും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം കേട്ടോ. അപ്പം ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് നമ്മൾ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾക്ക് പുറകെ നമ്മൾ ഓടേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ നന്നായി ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാകും. അപ്പൊ കിട്ടാത്ത കാര്യങ്ങൾക്ക് പുറകെ ഓടി ഉള്ളതിൽ സംതൃപ്തി ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റുന്ന സമയമല്ലേ, അപ്പൊ നന്നായി പഠിക്കണം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? വേണ്ട. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മനോഹരമായി ചെയ്ത് നല്ല കുട്ടികളായിട്ടിരിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.